അർബൻ മെട്രോപൊളിറ്റൻ ജനതയുടെ മനസ്സിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നിഷ്പക്ഷമായി വിലയിരുത്താനാവുന്നത്. LDFന് തിരിച്ചടിയാകുന്ന എല്ലാം തന്നെ UDFന് മെച്ചമായതും LDFന് തിരിച്ചടിയായതും യഥാർത്ഥത്തിൽ BJPക്ക് നേട്ടമായി വന്നു. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 നിയമസഭാ സെഗ്മെന്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ചും ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ചും വ്യക്തമായ മേൽക്കൈ BJPക്കുണ്ട്. BJP അടുത്ത പ്രാവശ്യം നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട്. ഒന്ന് വി മുരളീധരനാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് ഞാൻ കരുതുന്ന നേതാവ്. 2 കൃഷ്ണദാസ് ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ കാട്ടാക്കട മണ്ഡലത്തിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കാം. അത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കുന്നു. പിന്നെ ഉള്ളത് ഇപ്പോൾ BJPയിലേക്ക് വന്ന ശ്രീലേഖ IPS. ഇപ്പോൾ ഓൾറെഡി ജയിച്ചു വന്നു, ശാസ്താമംഗലം വാർഡിൽ ജയിച്ചു വന്നു. ഒരുപക്ഷെ വട്ടിയൂർക്കാവിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന വനിതാ മുഖമായി BJP നേതൃമുഖമായി ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട്. ഈ 3 പേര് മുൻനിർത്തിയാവാം 3 നിയമസഭാ സീറ്റുകൾ മിനിമം. തിരുവനന്തപുരം നിയമസഭാ സെഗ്മെന്റ് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 നിയമസഭാ സെഗ്മെന്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ചും ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ചും വ്യക്തമായ മേൽക്കൈ BJPക്കുണ്ട്. ഇന്നത്തെ നിലയിൽ ഇതേ വോട്ടുകൾ നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ ഈ 3 മണ്ഡലങ്ങളും പിടിച്ചെടുക്കാം. ഒരുപക്ഷെ കാട്ടാക്കട മണ്ഡലം മെച്ചപ്പെട്ട പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൃഷ്ണദാസിന് പിടിച്ചെടുക്കാം. പക്ഷേ ഈ കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരൻ ആൻഡ് കെ സുരേന്ദ്രൻ പക്ഷവും ചേർന്ന് നടത്തുന്ന ചക്കളത്തി പോരാട്ടം തുടരാനാണെങ്കിൽ ഒരുപക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുണ്ടാവുമോ? ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കാൻ BJP തയ്യാറാവില്ല എന്ന് തന്നെയാണ് പൊതുവെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP അടുത്ത പ്രാവശ്യം നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും അക്കൗണ്ട് തുറക്കും എന്നൊന്നും കരുതാനാവില്ല. തിരുവനന്തപുരം നഗരത്തിലെ 3 സീറ്റുകളിൽ വലിയ സാധ്യതകൾ തന്നെയാണ് വളരെ പോസിറ്റീവായി കാണാനൊക്കുന്നത്. പക്ഷേ ഇനി കേരളത്തിൻ്റെ മറ്റ് BJPയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ BJPക്ക് ആകെപ്പാടെ ലഭിച്ചത് കാസർഗോഡ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. തിരുവനന്തപുരം ജില്ലയിലോ മറ്റ് ജില്ലകളോ ഒന്നും തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ലഭിച്ചില്ല. അതിനർത്ഥം ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ BJPക്ക് ഇനിയും ഏറെ വളരാനുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ്, ലാർജർ ഡിവിഷൻ. അവിടെ UDF LDF തമ്മിൽ തന്നെയാണ് പോരാട്ടം. അതുപോലെ നഗരസഭകൾ 2 നഗരസഭകളാണ് മുൻപുണ്ടായിരുന്നത്, പാലക്കാടും പന്തളവും. അത് രണ്ടും ഒരുപക്ഷെ നഷ്ടപ്പെടാനാണ് സാധ്യത. പാലക്കാട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 21 സീറ്റുമായി. പക്ഷേ തൊട്ട് താഴെ LDF UDFും ഉണ്ട്. LDFും UDFും ചേർന്ന് നിന്നാൽ പാലക്കാട് നഗരസഭാ ഭരണത്തിൽ നിന്നും BJPയെ മാറ്റി നിർത്താനാവും. സമാനമായ സാഹചര്യമാണ് ഈ തൃപ്പൂണിത്തുറ നഗരസഭയിലും. മുൻപ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. അവിടെയും LDF UDFും കൈകോർത്താൽ BJPയെ മാറ്റി നിർത്താനാവും. അപ്പം നഗരസഭകളിൽ വലിയ പ്രതീക്ഷയാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 10 നഗരസഭയെങ്കിലും പിടിച്ചെടുക്കും എന്ന പ്രതീക്ഷ അവിടെ സ്ഥാനത്തായി. അതുപോലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അവിടെയും ഇവിടെയുമായി ഏറെ സീറ്റുകളുണ്ട്. ഏതാണ്ട് 2000-ഓളം സീറ്റുകൾ, 1900 ചില്ലുവാനം സീറ്റുകൾ, 1600 ചില്ലുവാനം സീറ്റുകളിൽ നിന്നും 1900 ചില്ലുവാനം സീറ്റുകളിലേക്ക് ആകമാന സീറ്റുകൾ വളർന്നു. ആകെ 23,000-ഓളം സീറ്റുകളല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത്. അതിൽ ഒരു 2000-ഓളം സീറ്റുകൾ എന്ന് പറയുന്നത് സാമാന്യം നല്ലൊരു നമ്പറാണ്. തീർച്ചയായും സാമാന്യം നല്ല നമ്പറാണ്. വ്യാപകമായ വളർച്ചയുണ്ട്. പക്ഷേ അധികാരത്തിലെത്താൻ BJPക്ക് വേണ്ടത് ഏതാണ്ട് ഈ 30% വോട്ടുകളാണ് ത്രികോണ മത്സരത്തിൽ. പക്ഷേ അത്രയും ഒന്നും ആയിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിന് ഒഴിച്ച് അത്രയും ഒന്നും ആയിട്ടില്ല. അവിടെ ആകപ്പാടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് ഡിവിഷനിൽ 13 സീറ്റുകൾ. അത് വലിയ നിർണായക സാന്നിധ്യമാണ്. 13 സീറ്റുകൾ. കൊല്ലം നഗരസഭയിൽ കോർപ്പറേഷനിൽ 11 ഡിവിഷനുകളിൽ BJP വെന്തിക്കൊടി പാറിച്ചു. അപ്പോൾ അവിടെ അർബൻ മെട്രോപൊളിറ്റൻ ജനതയുടെ മനസ്സിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നിഷ്പക്ഷമായി വിലയിരുത്താനാവുന്നത്. പക്ഷേ ഗ്രാമമേഖലയിൽ ആ ഒരു ഹൈപ്പ് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP ഏറെ മുന്നോട്ട് പോകണം. പക്ഷേ തിരുവനന്തപുരത്തെ വിജയത്തെ കുറച്ച് കാണാനുമാവില്ല. പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്തെ വിജയമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക സന്ദേശം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് നൽകിയതും. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലെത്തി എന്തെങ്കിലും നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും BJP നേരിട്ട് സഹായിക്കില്ല. പക്ഷേ
ഇവിടെ കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഇൻഡയറക്ട്ലി BJPക്ക് സഹായകരമായി വന്നു ഭവിച്ചു. കൃത്യമായി പറയാം എന്താണെന്ന്. കോൺഗ്രസ് ഇപ്രാവശ്യം ഉണർന്നു പ്രവർത്തിച്ചു. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് രംഗത്തിറങ്ങി. അവർക്കൊരു നേതാവുണ്ടായിരുന്നു, കെ മുരളീധരൻ. അവർക്ക് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക്, കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. തീർച്ചയായും KS ശബരിനാഥൻ, ജില്ലാ പ്രസിഡന്റ് ശക്തനായി പ്രവർത്തിച്ചു. അത് എണ്ണയിട്ട യന്ത്രം പോലെ UDFന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചു. യുവ സ്ഥാനാർത്ഥികൾക്ക് അവർ അവസരം നൽകി. എല്ലാം തന്നെ UDF കൃത്യമായി ചെയ്തു. വലിയ പടലപിണക്കങ്ങൾ ഉണ്ടായില്ല. മുസ്ലിം ലീഗുമായൊക്കെയുള്ള ചില വാർഡുകൾ, പൗണ്ടുകട് വാർഡിലൊക്കെ ഉണ്ടായ ചില തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. UDFൽ വളരെ നേരത്തെ പ്രചരണം തുടങ്ങുകയും ചെയ്തു, പതിവിൽ നിന്നും വിഭിന്നമായി. അങ്ങനെ UDFന് സമാഹരിക്കാനാവുന്ന വലിയ നമ്പർ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു. അങ്ങനെ വരുമ്പോൾ സാധാരണ BJPക്ക് കിട്ടുന്നത് എന്താണ്? BJPക്ക് ലഭിക്കുന്നത് UDFൽ നിന്നും ലഭിക്കാവുന്ന UDF വോട്ട്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. UDF മൈൻഡഡ് ആളുകൾ ചിലരൊക്കെ മനം മടുത്ത് BJPക്ക് വോട്ട് ചെയ്തു. LDF കേഡർ സംവിധാനമായതുകൊണ്ട് LDF വോട്ടുകൾ ഒന്നും തന്നെ BJPയിലേക്ക് പോവില്ല. ഇപ്രാവശ്യം എന്തായിരിക്കാൻ സംഭവിച്ചത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ചെറിയ തോതിലെങ്കിലും ദക്ഷിണ കേരളത്തിൽ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഈഴവ വോട്ടുകളെങ്കിലും ചെറിയ പങ്ക് CPMൽ നിന്നും BJPയിലേക്ക് മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിരുന്നു ആ ഒഴുക്ക്. ആ ഒഴുക്ക് ഇപ്രാവശ്യവും സംഭവിച്ചിരിക്കാം. കോൺഗ്രസിന് ലഭിക്കാനുള്ള വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിന് ലഭിക്കുകയും അത് BJPയിലേക്ക് പോയില്ല. പോകാനുള്ളവരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. കോൺഗ്രസിന്റെ കാൽച്ചൂട്ടിലെ മണ്ണ് ഇളകാനുള്ളതെല്ലാം ഇളകി, ഇനിയൊന്നും ഇളകാനില്ല, അത്രയ്ക്ക് പോയി കഴിഞ്ഞു. അതാണ് സംഘടനാ സംവിധാനവും കോൺഗ്രസിന്റെ പിന്തുണയും. സംസ്ഥാന വ്യാപകമായി അങ്ങനെ തന്നെയാണ്. പോകാനുള്ളത് പോയി കഴിഞ്ഞു, ബാക്കിയുള്ളത് നിൽക്കും. നിൽക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടി പ്രതീക്ഷയുള്ള യുവജന വോട്ടുകളും വന്നു കോൺഗ്രസിന്. യുവജന സ്ഥാനാർത്ഥികളെ നിർത്തി. KSU ജില്ലാ പഞ്ചായത്തിലെങ്കിലും കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി. കാരണം KSU ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ നിർത്തി. അതുപോലെ നേമം സജീറിനെ നിർത്തി, ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നഗരസഭാ വാർഡ് നിർത്തി പരാജയപ്പെട്ടു. പക്ഷേ ഇതെല്ലാം തന്നെ പോസിറ്റീവ് വൈബാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത്. വൈഷ്ണ പോലെയുള്ള സ്ഥാനാർത്ഥികൾ വളരെ യങ് കാൻഡിഡേറ്റ്സ് ആണ്. അവർ കൊണ്ടുവരുന്ന ഒരു ഫ്രഷ് ബ്ലഡ്, അതുമായി ബന്ധപ്പെട്ട വിവാദം LDFന് തിരിച്ചടിയായി. ഈ LDFന് തിരിച്ചടിയാകുന്ന എല്ലാം തന്നെ UDFന് മെച്ചമായതും LDFന് തിരിച്ചടിയായതും യഥാർത്ഥത്തിൽ BJPക്ക് നേട്ടമായി വന്നു. അതോടൊപ്പം BJPയുടെ പോസിറ്റീവ് ക്യാമ്പയിൻ നെഗറ്റീവ് എന്ന് പറയാനൊക്കില്ല. ഒരിക്കലും വർഗീയത തിരുവനന്തപുരത്ത് BJP ആളിക്കത്തിച്ചു എന്ന് പറയാനാവില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് BJPക്ക് കേന്ദ്ര ഭരണത്തിൽ നിന്നും ചില ഗുണങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കും. ഒരു പ്രത്യേക കോർപ്പറേഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കേന്ദ്ര പദ്ധതികളുടെ ചില പ്രയോജനം ലഭിക്കും. BJPക്ക് വേണമെങ്കിൽ BJPക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലൂടെ, നരേന്ദ്രമോദിയിലൂടെ ഒക്കെ തന്നെ നഗരസഭയിൽ നേരിട്ടെത്തിക്കാൻ പണം. അത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കോർപ്പറേഷനിലേക്ക്, കോർപ്പറേഷൻ മേയർക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ നഗരസഭയ്ക്ക് നേരിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫണ്ടുകൾ എത്തുമോ? അത് ഇൻഫ്രാസ്ട്രക്ചറൽ വികസനത്തിന് ഉപയോഗിക്കാനാവുമോ? യഥാർത്ഥത്തിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വോട്ടർമാർ ചിന്തിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് എന്ത് ലഭിക്കും? തങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഉണ്ടാവുമോ? അല്ലാതെ വലിയൊരു പ്രത്യേക തദ്ദേശ തെരഞ്ഞെടുപ്പ്, വലിയ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയോ വലിയ ഗീർവാണത്തിൻ്റെയോ അടിസ്ഥാനത്തിലൊന്നുമല്ല. തങ്ങളുടെ മുൻപുള്ള റോഡുകൾ നന്നാകുമോ? ആവശ്യത്തിന് കലുങ്കുകൾ ഉണ്ടാകുമോ? അത്യാവശ്യം വിതരണ പ്രക്രിയ ശരിയാകുമോ? അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുമോ? നഗരത്തെ മലിനീകരണം കുറയുമോ? നായ്ശല്യം കുറയുമോ? ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട തദ്ദേശ ചിന്താ വിഷയങ്ങൾ. തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ വലിയ സാധ്യതയാണ് വിഴിഞ്ഞം പോർട്ട്, അതിന് ചുറ്റുമുണ്ടാകുന്ന വികസന സാധ്യതകൾ, റിംഗ് റോഡുകൾ എല്ലാം വളരെ വലിയ സാധ്യതയാണ്. അത് മാത്രമല്ല മെട്രോയുടെ, തിരുവനന്തപുരം നഗരത്തെ ഒരു മെട്രോ നഗരമായി വളർത്തി, കേരളത്തിലെ ആദ്യത്തെ ജംബോ മെട്രോ നഗരമായി മാറ്റിയെടുക്കുക, മെട്രോ റെയിൽ കൊണ്ടുവരിക, വലിയ രീതിയിൽ ഇലക്ട്രിക് ബസ്സുകൾ, അത് കേന്ദ്രം വിചാരിച്ചാൽ പുഷ്പം പോലെ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിലവിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ കൂടുതലായി കേന്ദ്ര സഹായത്തോടുകൂടി, കോർപ്പറേഷൻ്റെ കൂടെ ഒത്താശയോടുകൂടി ഇറക്കാൻ കഴിയുമോ? ഗതാഗതം, സർഫസ് ട്രാൻസ്പോർട്ട്, കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനാവുമോ? സാധിക്കുമെന്ന് തന്നെയാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ, ബസ്സുകളുടെ കാര്യമൊക്കെയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. ഒരു ബാലൻസ് ഷീറ്റിൽ കേവലം 6 മാസം BJP ഭരണത്തിൽ വരാൻ പോകുന്ന ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയിൽ കേവലം 6 മാസത്തിനുള്ളിൽ വലിയ കുതിച്ചു ചാട്ടം നടത്താൻ പദ്ധതികളിലൂടെ, പെട്ടെന്ന് നടപ്പാക്കി പ്രോഗ്രസ് കാർഡ് കാണിക്കാനാവുന്ന പദ്ധതികളിലൂടെ ഒരുപക്ഷെ സാധിക്കും. ആകെ വേണ്ടത് ഇതാണ്. നഗരസഭ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോൾ തന്നെ ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ട് പുറത്ത്. BJPക്ക് അകത്തൊരു പക്ഷേ ക്ലാരിറ്റി ഉണ്ടാവും. ശ്രീലേഖ IPS ആകുമോ? ഒരു വനിതാ മേയർ ഉണ്ടാവുമോ?
ഒരുപക്ഷെ വി രാജേഷ് എന്ന അതിശക്തനായ നേതാവ്, ബി ജെ പിക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ച് ഏറെക്കാലം കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിരുന്ന ഭരണപരിചയമുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ശ്രീ വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ, അതോ ഈ രണ്ടുപേരെയും പിന്തള്ളി മറ്റൊരാളെ കൊണ്ടുവരുമോ ഒക്കെ ബി ജെ പി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ബി ജെ പിക്ക് സഖ്യകക്ഷികളൊന്നും പ്രബലമല്ല, ഒന്നും പ്രസക്തമല്ല. ഇതെല്ലാം ബി ജെ പി ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി ബി ജെ പി ഒരു ഫോക്കസിൽ പോകും.